ഹായ് ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തും ചിത്രകാരനുമായിട്ടുള്ള ബോബി ക്യാൻവാസ് ക്ലബിനെ കാണാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ചേവരമ്പലം ക്യാൻവാസ് ക്ലബ് എന്ന ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ ആണ്. ബോബി ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും കയറി നോക്കാം. പുറത്തൊന്നും ആരെയും കാണുന്നില്ല. എന്തായാലും അകത്തുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കയറി നോക്കാം. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചേവരമ്പലം ക്യാൻവാസ് ക്ലബിലാണുള്ളത്. ക്യാൻവാസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് ബോബിയുടെ സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് ഇന്ന് ബോബിയുടെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ ചുറ്റും ഇദ്ദേഹം ചെയ്തിരിക്കുന്ന കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു വല്ലാത്തൊരു ലോകത്ത് എത്തിപ്പെട്ട പോലെയാണുള്ളത്. എന്തായാലും നമുക്ക് വിശേഷങ്ങൾ ബോബിയോട് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബോബി എൻ്റെ ഒരു ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്. അദ്ദേഹം കിഡിലെ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ലോകം അറിയേണ്ട ഒരു ആർട്ടിസ്റ്റാണ്. എനിവേ, നമുക്ക് ഇദ്ദേഹത്തോട് അപ്പോൾ ബോബി, ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്, ചിത്രകലയിലേക്ക്? എന്താണ് അതുപോലെ ചിത്രകലയിൽ വരാനുള്ള ഒരു കാരണം എന്താണ്? ചിത്രകല വരാനുള്ള കാരണം നല്ല താല്പര്യം തന്നെയാണ്. ചെറുപ്പം മുതലേ നമ്മൾ വരയോട് വളരെ താല്പര്യമുള്ളത് തന്നെയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക, അതൊക്കെയാണല്ലോ എല്ലാവരും ചെയ്യുന്ന പരിപാടി. പിന്നെ അതിനുശേഷം നമ്മൾ 10th ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഏത് മേഖല തിരഞ്ഞെടുക്കണം എന്നുള്ള പിന്നെ നമ്മൾ അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴാണ് ഇങ്ങനെ ഫൈൻ ആർട്സ്, എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാൾ പറഞ്ഞത് അങ്ങനെ ഒരു ഫൈൻ ആർട്സ് കോഴ്സ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, വരയ്ക്കുന്ന ആളാകുമ്പോൾ അങ്ങനെയൊക്കെ ഒരു മേഖലയിലേക്ക് പോകാലോ എന്നുള്ള ഒരു താല്പര്യമൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ആ ഒരു പിന്നെ അച്ഛനും ഈ കലയായിട്ട് വളരെ താല്പര്യമുള്ളതാണ്. അച്ഛന് അത്യാവശ്യം വരയ്ക്കുന്ന ആളാണ്. പണ്ട് യൂണിവേഴ്സൽ ആർട്സ് ആണ് അന്ന് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കോഴിക്കോട്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഭയങ്കര വാല്യൂ ആണ്, വളരെ വാല്യൂ ഉള്ളതാണ്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ അതിൻ്റെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. പിന്നെ അച്ഛൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അച്ഛൻ്റെ ചിത്രങ്ങളൊക്കെ അച്ചടിച്ച മാഗസീനൊക്കെ ഉണ്ട്. അച്ഛൻ പറയുന്നത്, ഞാൻ അച്ഛൻ്റെ പറഞ്ഞു വന്നപ്പോൾ അച്ഛൻ്റെ കാര്യത്തിലേക്ക് അപ്പം അച്ഛൻ ഇതിനോട് ഞാൻ പറഞ്ഞോളൂ, ഇതിനോട് വളരെ അച്ഛൻ്റെ പേര് ജിയാനന്ദ് എന്നാണ്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 6 വർഷത്തോളൊക്കെ ആയി. അപ്പോൾ പക്ഷേ ഞാൻ ഇന്ന് ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഇത്രയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവുക സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ആ ഒരു അനുഗ്രഹമായിരിക്കും. ചിലപ്പോൾ എനിക്ക് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇന്ന് വരെ എനിക്കൊരു വർക്ക് ചെയ്തിട്ട് ഞാൻ അതിൽ ഒരു ഫെയിലായിപ്പോയി എന്നുള്ള ചിന്താഗതി ആയി. ഫൈനാൻസിന് ശേഷം പിന്നെ ഞാൻ ഇന്റീരിയർ ഫീൽഡിലായിരുന്നു. പിന്നെ അത് നമ്മുടെ സ്റ്റെയിൻ ഗ്ലാസ് ഡിസൈനിങ് ഫീൽഡിലായിരുന്നു. അതിപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോയിട്ട് ഇങ്ങനെ തുറന്നു പോകാം. അത് പരിപൂർണ്ണമായിട്ടും വിട്ടിട്ടൊന്നുമില്ല, പക്ഷേ അതും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഷോപ്പ് ഇവിടെ ചാലപ്പുറം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകാം. പിന്നെ ആ വഴിയാണ് നമ്മൾ പിന്നെ അപ്പോൾ ഒരു ഫൈൻ ആർട്സ് കഴിഞ്ഞൊരു 10-17 വർഷത്തോളം ഞാൻ ഇത്തരം ആർട്ട് മേഖലയിൽ ഈ ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ള രീതിയിലൊന്നും അധികം ചെയ്തിട്ടില്ല. പിന്നെ മനസ്സിൽ നമുക്കൊരു ഉൾവിളി വരാന്നുണ്ടല്ലോ, നമ്മളുടെ വ്യക്തിത്വം എവിടെയോ കിടക്കുന്നുണ്ട്, നമ്മൾ അതിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള ഒരു ഉൾവിളി നമുക്ക് അത് പലർക്കും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും അങ്ങനെ ചിന്തിച്ചിട്ടാണ് വീണ്ടും തിരിച്ചെത്തുക. അതുപോലെ ഒരു അനുഭവം തന്നെയാണ് എനിക്കുള്ളത്. അപ്പം അങ്ങനെ തോന്നിയിട്ട് വീണ്ടും നമ്മൾ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ ആ വരയ്ക്കുന്ന സമയത്തൊന്നും നമുക്ക് ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നോ എന്നുള്ള ചിന്തയിലല്ല. പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ത്വരേനെ കൊണ്ട് നമ്മളത് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏകദേശം ഒരു 2000-ലൊക്കെയാണ് ഫൈൻ ആർട്സ് കഴിഞ്ഞറിയാം. പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞ ഇന്റീരിയർ ഫീൽഡിലായിരുന്നു കുറേ വർഷം, ഒരു 17 വർഷത്തോളം. പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. നമ്മളെ മനസ്സിൽ നിന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനോട് താല്പര്യം വന്ന് നമ്മൾ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അപ്പോഴൊന്നും നമ്മൾ ഇങ്ങനെ ഒരു ഗാലറി തുടങ്ങണമെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ എക്സിബിറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആളിടയിൽ നമുക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു കഴിവൊന്നും ഇല്ല. ഒരു കാര്യം പറയാൻ വരെ നമുക്ക് മടിയുള്ളൊരു സമയം, നമുക്ക് വളരെ ഷൈ ആയിട്ടുള്ള അപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പക്ഷെ നമ്മൾ കുറേ ചിത്രങ്ങൾ വരച്ചു. ഞാൻ അതിലുള്ള കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്താണ് പിന്നെ കോവിഡ് എത്തിയിരിക്കുന്നത്. അപ്പോൾ കോവിഡ് എത്തിയ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാമല്ലോ, 2-3 വർഷത്തോളം നമ്മൾ ഫുൾ ലോക്കായി. ഞാൻ പറഞ്ഞത് പിന്നെ
വർക്ക് ചെയ്തിരുന്ന ഫീൽഡൊക്കെ ഡൗൺ ആയി. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇനിയാണ് ഫ്യൂച്ചറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മളെ ഈ ഇതിൽ നിന്നും കൂടെ വരുമാനമൊക്കെ ഉണ്ടാക്കിയാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ചിന്തയിലാണ് ഇങ്ങനെ ഏതായാലും വീടിനമോ ചേർന്നുള്ള മുമ്പിലുള്ള ഒരു സ്ഥലമാണ്. അപ്പം ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗാലറി ഒന്ന് സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നത്. അപ്പോൾ ആ ടൈമിലാണ് കോവിഡിൻ്റെ സമയത്താണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഫ്രീ ആണ്, നമുക്ക് വേറെ വർക്കുകളൊന്നും ഉള്ള സമയമല്ല. അപ്പോൾ ആ ഒരു സമയം ഞാൻ ഇതിൽ പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്തിയതാണ് സത്യം. ബോബീൻ്റെ ചിത്രങ്ങൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബോബി ഒന്നിൽ കൂടുതൽ മീഡിയംസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാൻവാസിൽ ചെയ്യുന്നുണ്ട്, പേപ്പറിൽ ചെയ്യുന്നുണ്ട്, വാട്ടർ കളർ, അക്രലിക്, അങ്ങനെ പലതരത്തിലുള്ള മീഡിയംസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ബോബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയം എന്താണ്? അത് ഒന്ന് പറയാമോ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വാട്ടർ കളറാണ്. ഒരുവിധം എനിക്ക് തോന്നുന്നു ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ കളർ ഉപയോഗിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് ആ മീഡിയത്തിന് പല മാന്ത്രികമായിട്ടുള്ള അവസ്ഥകളും തരാൻ പറ്റുന്നുണ്ട്. അത് മറ്റൊരു ഒപ്പേക്ക് മീഡിയംസിനെക്കാളും കൂടുതൽ അതിലൊരു നമ്മൾ ഒരു പരിധി വരെ നമ്മൾ അതിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തന്നെ ഒരു മാജിക്കലായിട്ടുള്ള ഫീല് നമുക്ക് അതിനകത്ത് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ചെയ്യാൻ ഏറ്റവും താല്പര്യമുള്ളത് വാട്ടർ കളറാണ്. പക്ഷേ അല്ലാതെ നമ്മളെല്ലാം ഒരു ലോങ് ലാസ്റ്റിങ്ങിന് മനുഷ്യർക്കൊക്കെ അറിയാം. അതിനൊക്കെ മറ്റു ഒപ്പേക്ക് മീഡിയംസ് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, പെൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം പിന്നെ ഓയിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മളിവിടുത്തെ ക്ലൈമറ്റിൽ ഈ ഒരു ഫംഗൽ പ്രോബ്ലംസ്, പിന്നെ ഇവിടെ മഴ അതൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ ഓയിൽ ഇപ്പോൾ ഈ അക്രിലിക് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ആളുകൾക്ക് സമയമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരു പെയിന്റിങ് തന്നിട്ട് ഇപ്പോൾ ഓയിൽ കളറാണ് ഇപ്പോൾ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ ഇവിടെ 5-8 ദിവസം 10 ദിവസം കഴിയണം. അപ്പോൾ അത്ര സമയം ഉള്ള ആളുകൾ വളരെ കുറവാണ്. ഒരു പോർട്രേറ്റ് ഒക്കെ തരുമ്പോൾ തന്നെ ഇത് ഓയിൽ കളറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും വേണം അത് ഉണങ്ങി കിട്ടാനും കാര്യങ്ങളല്ല. പക്ഷെ അത്ര സമയം ചിലപ്പോൾ വെയിറ്റ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ കഴിയുന്നതും അക്രിലിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ മീഡിയത്തിനും അധികം ഓയിൽ കളർ ഇപ്പോൾ ചെയ്യുന്നത് വളരെ കുറവാണ്. അത്രയും ഡീറ്റെയിലുള്ള പോർട്രേറ്റ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. വാട്ടർ കളറാണ് കൂടുതലായിട്ട്. വാട്ടർ കളറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്ന മീഡിയം വാട്ടർ കളറാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ മാനസികമായിട്ടൊരു സംതൃപ്തി നൽകുമ്പോൾ അതിനൊരു ഒരു മാജിക്കൽ ഫീൽ കൊണ്ട് തന്നെ അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. 10-15 കൊല്ലമായി കാണൂലേ ഇപ്പോൾ ചിത്രകല ഫീൽഡിൽ സജീവമായിട്ട് ചെയ്യുന്നത്? അപ്പോൾ ബോബിയുടെ ഒരു അഭിപ്രായത്തിൽ, ബോബി എന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കണം ഒരു ആർട്ടിസ്റ്റ്? അത് നമുക്ക് അങ്ങനെ ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നൊരു ഉത്തരമല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ ഈ ആർട്ട് എന്ന് പറയുന്നത് തന്നെ ഓരോരുത്തരുടെ ഫീലാണല്ലോ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ വാട്ടർ കളറും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ആർട്ടിൽ നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഞാൻ എത്രത്തോളം സക്സസ് ആയിട്ടുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മളുടെ ഒരു ആർട്ട് കാണുമ്പോൾ ഇതിന്ന ആർട്ടിസ്റ്റ് ചെയ്താണെന്നുള്ള ആ ശൈലി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് ജനിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ വർക്കുകൾ കാണുന്ന സമയത്ത് ഒരാളെ ആർട്ടിസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് അപ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് ജനിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കമ്പോളവും കൂടി സാധനമാണ്. പിന്നെ നിരന്തരമായിട്ടുള്ള അത് പക്ഷേ കുറെ എനിക്ക് തോന്നുന്നു കുറെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ പോകേണ്ടി വരും. അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ ആ വർക്കുകളൊന്നും ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ടൈപ്പ് വർക്കുകൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളുടെ സാമ്പത്തികം വലിയൊരു ഘടകം തന്നെയാണല്ലോ. പണം ഉണ്ടാക്കുക എന്നുള്ളത് ഇന്നത്തെ ആ ലോകത്ത്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റുള്ളൊരു വില എൻ്റെ മൈൻഡിൽ ഞാൻ കൊടുക്കുന്നത്. ഞാനിതൊക്കെ പറയുമ്പോഴും നമ്മൾ പണം ആദ്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ജീവിക്കാനുള്ള പണം, അല്ലാതെ നമ്മളിതൊന്നും ചെയ്യാതെ അതൊരു സത്യസന്ധതയും കൂടിയാണ് ഞാൻ പറയാം മറച്ചു വെക്കുന്നതല്ല. നമ്മൾ ആദ്യം നമ്മളെ ജീവിതത്തിൽ ആകെ ഒരു ജീവിതമുള്ളൂ. അപ്പോൾ ജീവിക്കാൻ ആവശ്യമായുള്ള പണം നമ്മൾ കണ്ടെത്താൻ ആദ്യം ശ്രമിക്കണം. അതിനുശേഷം മാത്രമേ നമ്മളുടെ ഈ ആർട്ടുള്ള വ്യക്തിത്വവും കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആയിട്ട് എൻ്റെ സത്യമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം. വാട്ടർ കളറിസ്റ്റാണ്, വർക്കുകൾ കണ്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വാട്ടർ കളർ ചെയ്യുന്ന ആളുകൾക്ക്, കലാകാരന്മാർക്ക് എന്ത് ടിപ്സാണ് കൊടുക്കാനുള്ളത്? വാട്ടർ കളർ നിരന്തരമായി ചെയ്ത് അതിൻ്റെ മാസ്റ്റേഴ്സ് ആയി പോയവർക്ക് എനിക്ക് ടിപ്പൊന്നും കൊടുക്കാനില്ല. പക്ഷെ നമ്മൾ വാട്ടർ കളർ എന്ന് പറയുമ്പോൾ സുഭാഷ് എന്നാ അറിയാലോ, നിങ്ങളിപ്പോൾ ഒരുപാട് വാട്ടർ കളറിനെ പറ്റിയൊക്കെ എല്ലാ മീഡിയത്തെ പറ്റി അറിയുന്ന ആൾ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ പറയാം, ഈ വാട്ടർ കളർ ഒരു റിസൾട്ട് ഉണ്ടായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള മീഡിയമാണ്. ആദ്യം തുടക്കത്തിൽ നമ്മൾ ചെയ്ത് നിരന്തരമായുള്ള പരിശീലനം അത്രയും ആവശ്യമായിട്ടുള്ള മീഡിയമാണ് വാട്ടർ കളർ.
മറ്റൊരു മീഡിയം വളരെ റീടേക്ക് ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് വരുമ്പോൾ ചെറിയ ചെറിയ പിക്ചേഴ്സ് വല്ല ഫ്ലവർ പാറ്റേണോ ലാൻഡ്സ്കേപ്പോ ഒക്കെ എടുത്ത് വളരെ ചെയ്ത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ദിവസം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദിവസം ചെയ്യാം. നിങ്ങൾക്ക് അത്രയും പിന്നെ എനിക്ക് തോന്നുന്നു ആ മീഡിയം പോലെ നമ്മളെ ഒരു താല്പര്യമില്ല. ഇവിടെ പലരും ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ആദ്യം വാട്ടർ കളർ വേണ്ട, നമുക്ക് അക്രീലിക് എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. മറ്റുള്ളവർ വാട്ടർ കളർ ചെയ്യുന്ന കണ്ടിട്ട് വാട്ടർ കളർ ചെയ്ത് നോക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവർ പിന്നെ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ചെയ്തു തുടങ്ങിയ ശേഷം ഇത് ചെയ്യാനാണ് ഏറ്റവും താല്പര്യം എന്നാണ് പറയാറുള്ളത്. വാട്ടർ കളർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും നമ്മൾ അതിനനുസരിച്ച്. അത് പക്ഷേ ആദ്യമൊക്കെ കംപ്ലീറ്റ് നമ്മൾ വിചാരിച്ചാൽ വേഗത മറ്റൊരു മീഡിയത്തിൽ 2-3 മണിക്കൂർ എടുക്കുന്ന വരെ ഇതൊരു 10 മിനിറ്റ് ഉണ്ടാവും, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഫീൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മളത് അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മളതിലേക്ക് മുങ്ങി താഴ്ന്നു. അതാണ് അതിൻ്റെ ഫീൽ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ആ ഒരു മാജിക്കൽ ഫീല് എപ്പോഴും അതിൻ്റെ ആ ഒരു ബ്ലെൻഡിങ് ആയിക്കോട്ടെ, ആ വെള്ളത്തിൽ ഇങ്ങനെ പടർന്നു പോകുന്ന ഒരു ഫീല് അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് വാട്ടർ കളർ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ പറയാൻ ടിപ്സ് എന്ന് പറയാനില്ല, കാരണം നമുക്കൊരു പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിരന്തരം ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ എല്ലാവരോടും പറയുന്നത് തന്നെ നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ ടിപ്സൊക്കെ നമുക്ക് താനെ പേപ്പേഴ്സ് നമ്മൾ ഞാൻ അധികം വരെ കൂടി ഈ ആർച്ചസ് പോലുള്ള പേപ്പറിലൊന്നും ഞാൻ ഇതുവരെ ചെയ്തില്ല. നമ്മൾ ഹാൻഡ് മെയ്ഡ് പേപ്പർ, ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് പേപ്പർ, ചിത്രപ്പട്ട്, പിന്നെ ക്യാൻസൺ ഇങ്ങനെയൊക്കെയുള്ള പേപ്പറിലാണ് നമ്മൾ വർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അത് നല്ല പേപ്പർ എപ്പോഴും അതിനെ നമ്മളുടെ നല്ല റിസൾട്ടിനെ സഹായിക്കും. അത് ഒരു വലിയ കാര്യമാണ്. ഈ വാട്ടർ കളർ പേപ്പർ എന്നുള്ള വലിയൊരു ഘടകമാണ്. ഏത് കമ്പനി ഇപ്പോൾ ക്യാമൽ അതുപോലെ പെബിയോ അതുപോലുള്ള കമ്പനികളുണ്ടല്ലോ? ഞാൻ കളർ അധികം ക്യാമലിന്റെ കളർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വളരെ ചിലവും കുറവാണ്. മറ്റുള്ള കളറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നമ്മളുടെ ഒരു പോക്കറ്റിന് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. പക്ഷെ നല്ല നിലവാരമുള്ള കളേഴ്സുമാണ്. പിന്നെ പേപ്പേഴ്സ് ആണെങ്കിലും ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് ഇപ്പോൾ നമ്മുടെ കോഴിക്കോടൊക്കെ വളരെ ചീപ്പായിട്ട് പേപ്പർ കിട്ടാറുണ്ട്. 40 രൂപയ്ക്കൊക്കെ ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സ് കിട്ടാറുണ്ട്. കുറച്ചും കൂടെ നല്ലതാണ്, കുറച്ചും കൂടെ GSM കൂടിയ പേപ്പറാണ് 60 രൂപ ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം. നല്ല പേപ്പർ എപ്പോഴും യൂസ് ചെയ്യും. നല്ല പേപ്പറും അതുപോലെ മോപ്പ് ബ്രഷ്, മോപ്പ് സീരീസ് വാട്ടർ കളറിലൊക്കെ യൂസ് ചെയ്യും. അങ്ങനത്തെയൊക്കെ ബ്രഷൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്നായിട്ടുള്ള റിസൾട്ട് നമുക്ക് പെട്ടെന്നതിൽ പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് നമുക്ക് അതിനോടുള്ള അടങ്ങാത്ത താല്പര്യവും അതിന് ചിലവാക്കാനുള്ള ഒരു സമയം ചിലവാക്കാനുള്ള ഒരു താല്പര്യം, അതിന് നിരന്തരമുള്ള പരിശീലനമാണ് അതിനാവശ്യം. അതുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് ചെയ്യാൻ നിന്നാൽ മതി. ദിവസം വാട്ടർ കളർ എനിക്ക് തോന്നുന്നു ഒരുവിധം എനിക്ക് തോന്നുന്നു കുറേ നമ്മൾ ഒരു ആർട്ടിസ്റ്റാണ് ഒരു ഭൂരിഭാഗം ചിലപ്പോൾ വാട്ടർ കളറിനോട് മുഖം തിരിക്കുന്ന ഒരു ഇതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് നിരന്തരമായി ചെയ്യാനുള്ളൊരു മടി, അല്ലെങ്കിൽ അതിൽ റിസൾട്ട് ഉണ്ടാക്കി വരാനുള്ള ഒരു ബുദ്ധിമുട്ട്. ആദ്യകാലങ്ങളിൽ കുറച്ച് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കണ്ടുകൊള്ളു. പക്ഷെ നമ്മളൊരു അതിനോടൊരു എന്താ പറയുക, അതിന് താല്പര്യം വന്ന് നമ്മൾ അതിൻ്റെ റിസൾട്ട് വരാൻ തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് നമ്മളതിൽ അപ്ഡേറ്റ് ആവാൻ പറ്റും. ഓക്കെ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇനി ഒരു പേഴ്സണലായിട്ടുള്ള ചോദ്യം ചോദിക്കാം. അപ്പം ബോബി ഇപ്പം ഈ ചിത്രകലയിൽ കുറേ സമയം ചിത്രകലയ്ക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നത് ജീവിതത്തിൽ, പഠിപ്പിക്കുന്നത്, ചിത്രം വരക്കുന്നത്. ഒരു കലാകാരൻ എന്ന നിലയിൽ ഹാപ്പിയാണോ? തീർച്ചയായിട്ടും. കല സന്തോഷം മാത്രമേ ആർക്കും കൊടുക്കുള്ളൂ, അല്ലാണ്ട് അതിൽ നിന്ന് സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളിങ് എന്തായാലും അനുഭവിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിലൂടെ എല്ലാം പോകുമ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ. അതെ, തീർച്ചയായിട്ടും. കലയെ നമ്മൾ അതിപ്പോൾ ചിത്രകല ആയിക്കോട്ടെ, സംഗീതം ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, പക്ഷെ നമ്മൾ ഒരു കല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഹാപ്പി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പിന്നെ സ്ട്രെയിൻ ഒന്നുമില്ല. ആ സ്ട്രെയിൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ ലോകത്ത് ഇപ്പോൾ പലരും പറയില്ലേ, നമ്മളിപ്പോൾ സ്ട്രെസ്സാണ്, മറ്റേ ജോലി ഭാരമാണ്, അതാണ്. പക്ഷേ എന്തൊക്കെ ജോലി ഭാരമുണ്ട്, സ്ട്രെസ് ഉണ്ടെങ്കിലും, പിന്നെ ഫാമിലി പ്രോബ്ലംസ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ഏതൊരു മനുഷ്യൻ്റെ ഇതിലും എന്തെങ്കിലും ഒരു ഇങ്ങനെയുള്ള ഒരു അഭിരുചി, കലാപരമായുള്ള അഭിരുചി ഉണ്ടാവും. അതിനെ കണ്ടെത്തുക, അതിന് ഒരു അരമണിക്കൂറെങ്കിലും. ഇനിയിപ്പോൾ ഒരു ദിവസം ഡെയിലി നിങ്ങൾ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഒരു വീക്കിലി ഒരു അരമണിക്കൂർ അതിന് ആദ്യം കൊടുത്തു തുടങ്ങാം. പിന്നെ ഇത് നിങ്ങളെ അത് പിന്നെ കീഴ്പ്പെടുത്തും നമ്മളെ. അതിന് യാതൊരു സംശയമില്ല. അത് നമ്മൾ ആ ടൈം നമ്മൾ അതിൽ കൂടുതൽ ഇതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. നമ്മൾ മനസ്സിന് ആദ്യം തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം വരും. പിന്നെ ഈ സ്ട്രെസ്സൊക്കെ ഒരു പരിധി വരെ പൂർണ്ണമായിട്ടും കൊണ്ട് ഒഴിവായി പോകുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഒരു സ്പിരിച്വൽ ലൈഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ,
അത് സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ്. ആർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു മെഡിറ്റേഷനാണ്. അതിന്റെ അപ്പുറത്തേക്ക് അറിയുന്നില്ല. കല എന്ന് പറയുന്നത് സന്തോഷമാണ്. ഒരു കലാകാരനായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ്. നമുക്ക് അത് ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഒരു ബോധം ഉണ്ടാവുമല്ലോ. ആ ബോധം തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ബോബിക്ക് ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പേർപ്പസ് എന്താണ്? കല ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പർപ്പസ് എന്താണ്? അതുപോലെ തന്നെ എന്തായിരിക്കണം ഒരു പേർപ്പസ്? കലാകാരൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? കല ചെയ്യുന്നത് കൊണ്ട് കലാകാരനെ ജീവിക്കുന്നതുകൊണ്ടുള്ള ഒരു പർപ്പസ് ഉണ്ടല്ലോ, ഒരു ഉദ്ദേശം. അപ്പോൾ എന്താണ് ബോബിൻ്റെ ഉദ്ദേശം കല ചെയ്യുന്നത് കൊണ്ടും കലാകാരനായി ജീവിക്കുന്നുണ്ടുള്ള? കലാകാരനായിട്ട് ജീവിക്കുന്ന കല ചെയ്യുന്നതിനെ കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഒരു തവഴിയായിട്ട് തന്നെ വരുന്ന സംഭവമാണ്. കാരണം നമ്മളുടെ വ്യക്തിത്വമാണ് കല എന്ന് പറയുന്നത്. അത് നമ്മളെ കണ്ടെത്തുക എന്നുള്ളതാണ് കല എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് അത് തന്നെയാണ് ആത്യന്തികമായിട്ട്. നമ്മൾ ഏത് കലയായിക്കോട്ടെ അത് സ്വയം നമ്മളെ കണ്ടെത്തുന്നത് തന്നെയാണ്. അപ്പം നമ്മളുടെ വ്യക്തിത്വം എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നതാണ്. അതെ, അതിൽ നമ്മൾ ആ ഒരു കല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുമേഷ് എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മളെ ഒരേ ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ എന്നെക്കാട്ടും ചിലപ്പോൾ കൂടുതൽ ലോകം കണ്ട വർക്കുകളും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടും നല്ല നോളജ് ഉണ്ടാകുന്നില്ല ഈ ആളുകളെ കുറിച്ചും. എനിക്ക് അത്രത്തോളം ഞാൻ അതിന് വേണ്ടി സമയം ചിലവാക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഓരോ ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ടൊക്കെ നല്ല നോളജ് ഉള്ളതാണ്. അപ്പോൾ അറിയാലോ, അപ്പോൾ ലോകത്ത് പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്ത ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഭൂരിഭാഗം. പക്ഷേ അവർക്കൊക്കെ ഉള്ളിൽ ഒരു എന്താ പറയുക, അവരുടെ ഒരു വ്യക്തിത്വം എന്ന് ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ് കലയുടെ പർപ്പസ്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള കുറച്ച് സമയം നമ്മൾ പിന്നെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഇതിൽ അങ്ങനെ ഒരു ഇതൊരു പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ അറിയാം, നമ്മൾ പഠിക്കുന്നവരാണ് ഇതിന്റെ കല ഒരു മത്സരച്ചരക്കായി പോവാന്നുള്ളതാണ് ഏറ്റവും അതിന്റെ ഒരു സങ്കടമായിരുന്നു. കാരണം ഇത് ഒരു സ്ട്രെസ് റിലീഫിനുള്ള ഒരു സാധനമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ഇത് മത്സരത്തിന് പോകുന്നത് സ്ട്രെസ് തന്നെ കൊടുക്കുന്നത്, കോംപ്ലിക്കേഷൻ. കാരണം ഇതൊരു ഒരിക്കലും ഒരു കല എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മത്സരമല്ല ഒരിക്കലും. അത് നമ്മൾ രണ്ടുപേരും ആർട്ടിസ്റ്റാണെങ്കിൽ നമ്മൾ ഇക്കാര്യത്തിൽ മത്സരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഇത് വേറെ, എൻ്റെത് വേറെ. അപ്പൊ അതൊരിക്കലും ഒരു മത്സരിച്ച് വിജയിക്കാൻ പറ്റുന്നൊരു, പിന്നെ ഇപ്പത്തെ ഒരു ചട്ടക്കൂടുള്ള ഒരു മത്സരമാകുമ്പോൾ അതിനൊരു എന്താ പറയുക മത്സരം പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അത് പക്ഷേ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാരൊക്കെ ഈ കലയെ പറ്റി ചിന്തിക്കുന്ന തന്നെ ഈ ഒരു മത്സരം ഉള്ളത് കൊണ്ടാണ്. അത് വേറെ കാര്യമല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെ ഈ ഒരു മത്സര കാലത്ത് ആ ഒരു സ്റ്റാർ ഐറ്റമാണ് ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇതിനെ സമീപിക്കുന്ന ആളുകളും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇത് ആത്യന്തികമായുള്ള ഒരു ആർട്ടിന്റെ ഏറ്റവും വലിയൊരു വാല്യൂ എന്ന് പറയുന്നത് അത് നമ്മളെ സ്വയം ഹാപ്പിനെസ് ആണ്. നമ്മളെ ഉള്ളില് നമ്മളത് സ്വയം കണ്ടെത്തുക. അതെന്നാ ശരിക്കും പറഞ്ഞ ഒരു സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമ്മൾ സ്വയം കണ്ടെത്തുക. നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലൊരു സന്തോഷം വരുന്നുണ്ടോ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ബാക്കിയൊക്കെ അതിന് കണ്ടുവരും, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. നമ്മളിപ്പോൾ കുറേ നമ്മളിടയ്ക്ക് കാണുന്നതാണ്, ഇപ്പോൾ കുറേ കണ്ടിട്ട്. നിങ്ങളോട് തീർച്ചയായിട്ടും നല്ല എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ഈ ആംബിയൻസ് ഗംഭീരമാണ്. എനിവേ വളരെ സന്തോഷം, നമുക്ക് ഇനി കാണണം.